ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തിഹം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭയേവ ച പതിതാനാ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 10-ാം സ്കന്ധം 9-ാം അധ്യായം ഉലൂഖല ബന്ധനം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 10 നോക്കാം. അന്വശ്ചമാനാ ജനനീ ബൃഹശ്ചല ശ്രോണീ ഭരാക്രാന്ത ഗതി സുമധ്യമ ജവേന വിശ്രംസിതപേശബന്ധന അച്യുത പ്രസൂന അനുഗതി പരാമൃശാത്. അതായത് ശ്രീകൃഷ്ണനെ പിന്തുടരവേ യശോദമയ്യ ശ്രീകൃഷ്ണനെ പിടിക്കാൻ പോകുമ്പോ പീനസ്ഥലങ്ങളുടെ ഭാരം കൃശമായ മദ്യത്തിന് താങ്ങാൻ കഴിയാതെ യശോദാ മാതാവിന് വേഗം കുറയ്ക്കേണ്ടി വന്നു. കൃഷ്ണന്റെ പിന്നാലെ വേഗത്തിൽ ഓടുമ്പോൾ മുടിക്കെട്ടഴിഞ്ഞ് ചിതറിയ പൂക്കൾ യശോദാ മാതാവിന്റെ പിന്നാലെ വീണുകൊണ്ടേയിരുന്നു. എന്നിട്ടും മാതാവ് തന്റെ പുത്രനായ കൃഷ്ണനെ പിടികൂടുന്നതിൽ പരാജിതയായില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ വെണ്ണ കട്ട് തിന്ന കണ്ണനെ പിടിക്കാനായിട്ട് പിന്നാലെ യശോദമയ്യ പായുന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. അങ്ങനെ പിടിക്കാൻ ഓടുമ്പോ യശോദമയ്യയുടെ ഭാരം യശോദമയ്യക്ക് താങ്ങാൻ പറ്റുന്നില്ല, സ്തനങ്ങളുടെ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. അത് കാരണം ഓടുമ്പോ സ്പീഡ് കുറഞ്ഞു പോകുന്നു. കൃഷ്ണൻ വളരെ ലാഘവത്തോടെ ഓടി ഒളിക്കുകയാണ്. പിന്നാലെ ഓടുന്ന യശോദമയ്യക്ക് കൃഷ്ണനോടൊപ്പം എത്താൻ പറ്റുന്നില്ല എന്ന് സാരം. എന്നാലും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും യശോദമയ്യയുടെ മുടിക്കെട്ടുകൾ അഴിഞ്ഞ് അതിൽ ചൂടിയിരുന്ന പൂക്കളൊക്കെ തറയെ വീഴുന്നുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ യശോദമയ്യ കണ്ണന്റെ പിന്നാലെ പായുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നേ നോക്കാം. കഠിന വ്രതവും തപവും കൊണ്ട് യോഗികൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കീഴടക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ യശോദ മാതാവിന് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് പ്രയാസമൊന്നുമില്ലാതെ തന്നെ ശ്രീകൃഷ്ണനെ പിടിക്കാൻ സാധിക്കുന്നു. ഇതാണ് യോഗിയും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ യോഗി എന്ന് ഉദ്ദേശിച്ചത് അഷ്ടാംഗ യോഗികളെയാണ്. ഇവിടെ പറയുന്നത് എന്തെന്നാല് അഷ്ടാംഗ യോഗികൾ 8 തരത്തിലുള്ള ആ യോഗ പ്രോസസ്, യമ നിയമ പ്രത്യാഹാര എന്നീ പ്രോസസ്സിലൂടെ കഠിന തപസ്സിലും കഠിന പ്രയത്നത്തിലൂടെയാണ് ആ അഷ്ടാംഗ യോഗ എല്ലാം സ്വായത്തമാക്കി സമാധി പൊസിഷനിൽ എത്തുന്നത്. അങ്ങനെ സമാധി പൊസിഷനിൽ എത്തുന്ന ആ യോഗിക്ക് പോലും ഭഗവാന്റെ ഈ പേഴ്സണൽ ഫോമിനെ അല്ലെങ്കിൽ ഭഗവാന്റെ വ്യക്തിഗത രൂപത്തെ കിട്ടുന്നില്ല എന്ന് സാരം. ഇവിടെ ഭക്തി കൊണ്ട് മാത്രം, ആ സ്നേഹം കൊണ്ട് പ്രേമപൂർവം മാത്രം യശോദമയ്യയ്ക്ക് വാത്സല്യപൂർവമായ ശ്രീകൃഷ്ണ ഭഗവാനെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്ന് സാരം. അപ്പൊ ആലോചിച്ച് നോക്കൂ, അഷ്ടാംഗ യോഗ എല്ലാം കഠിന തപസ്സും കഠിന വ്രതത്തിലൂടെയും സ്വായത്തമാക്കിയ ആ യോഗികൾക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് ഒരു ഭക്തയായ പരമഭക്തയായ യശോദമയ്യയ്ക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, സ്വായത്തമായിരിക്കുന്നത്. ഇതാണ് ഭക്തനും അഷ്ടാംഗ യോഗിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. അഷ്ടാംഗ യോഗികൾക്ക് കൃഷ്ണന്റെ പ്രഭാപൂരത്തിൽ പോലും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി കോടീശ ശേഷ വസുധാതി വിഭൂതി ഭിന്നം എന്നാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. അതായത് ആ പ്രഭയിൽ കോടാനുകോടി പ്രപഞ്ചങ്ങളുണ്ട്. ആ വർഷക്കണക്കിന് തപസ് ചെയ്താലും ആ അഷ്ടാംഗ യോഗികൾക്കും ജ്ഞാനികൾക്ക് പോലും ആ പ്രഭയിൽ ചെന്നെത്താൻ കഴിയുന്നതേ ഇല്ല. അതേസമയം സ്നേഹവും മമതയും കൊണ്ട് മാത്രം ഭക്തന്മാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ നേടാൻ കഴിയുമെന്ന് ഇവിടെ യശോദമയ്യയുടെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം.
തന്നെ നേടണമെങ്കിൽ ഭക്തിയുത സേവനം സ്വീകരിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നു. 18-ാം അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തത് അനന്തരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തർ ശ്രീകൃഷ്ണന്റെ ധാമത്തിൽ പോലും എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയുന്നു എന്ന് പറയുന്നു. എന്നാൽ പ്രായേണ ബുദ്ധി കുറഞ്ഞവരായ അഷ്ടാംഗ യോഗികളും ജ്ഞാനികളും ധ്യാനത്തിലൂടെ കൃഷ്ണന്റെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ജ്യോതിസിൽ പ്രവേശിച്ചാൽ പോലും അവർക്ക് പിന്നീട് വീഴ്ച സംഭവിക്കാൻ ഇടയുണ്ട്. വീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വരേണ്ടി വരുന്നു എന്ന് സാരം. അപ്പോൾ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്താൽ പോലും ഈ ഭൗതിക ലോകത്തിന് വെളിയിലായിട്ടുള്ള ആ ഉപരിലോകങ്ങൾക്കും അപ്പുറമുള്ള അതീന്ദ്രിയ ലോകത്തിൽ ഭഗവാന്റെ ധാമത്തിൽ പ്രവേശിക്കാൻ ആ അഷ്ടാംഗ യോഗികൾക്ക് പോലും സാധിക്കുന്നില്ല. എന്നാൽ നിസാരമായ പ്രേമയുധ സേവനത്തിലൂടെ, ഭക്തിയുധ സേവനത്തിലൂടെ, വളരെ ലളിതമായ പ്രക്രിയയിലൂടെ ആ ഭക്തന്മാർക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്താൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠതരമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 11 നോക്കാം. കൃതാഗസം തം പെരുദന്തമീക്ഷിണി കർഷന്തമജ്ഞന്മഷീണി സ്വപാണിന ഉദ്ദീക്ഷമാണാം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാകുരാത്. അതായത് യശോദ മാതാവ് പിടികൂടിയപ്പോൾ കൂടുതൽ ഭയന്ന് ശ്രീകൃഷ്ണൻ കുറ്റസമ്മതം നടത്തുന്നവനെ പോലെ നിൽക്കുന്നു. മാത്രമല്ല തന്റെ കൈകളാൽ കണ്ണ് തിരുമ്മി കരയവേ കണ്ണുനീരിനോടൊപ്പം മുഖമാകെ കൺമഷിയും പടർന്നു. പേടിച്ചരണ്ടു നിൽക്കുന്ന തന്റെ അതിമനോഹരമായ പൈതലിനെ കയ്യിൽ പിടിച്ച് യശോദ മാതാവ് മെല്ലെ ശകാരിക്കാൻ തുടങ്ങി. എത്ര വർണ്ണനയാണ് ഇവിടെ ഭഗവാനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ചെറിയ കൃഷ്ണൻ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഓടുന്ന കണ്ണനെ യശോദമയ്യ പിടികൂടിയപ്പോ പേടിച്ച് കണ്ണുകളൊക്കെ ഇങ്ങനെ തിരുമ്മി കരഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന കണ്ണന്റെ രൂപമാണ് ഇപ്പോൾ വർണ്ണിച്ചിരിക്കുന്നത്. ഭാവാർത്ഥത്തിൽ എന്താ പറയണേ നോക്കാം. മാതാവും കൃഷ്ണനും തമ്മിലുള്ള ഈ ഇടപെടലിൽ നിന്ന് നമുക്ക് ഭഗവാനെ പ്രേമപൂർവം ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന ഒരു ശുദ്ധഭക്തന്റെ ഉന്നത അവസ്ഥ മനസ്സിലാക്കാം. ഒരു ശുദ്ധഭക്തന് മാത്രമേ ഭഗവാനുമായിട്ട് ഇത്തരം ലീലകളിൽ ഏർപ്പെടാൻ സാധിക്കൂ എന്നതാണ് സാരം. എന്നാൽ യോഗികൾക്കും ജ്ഞാനികൾക്കും കർമ്മികൾക്കും വേദാന്തികൾക്ക് പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്ത് എത്താനാകുന്നില്ല. വളരെ അകലത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീര ജ്യോതിസിൽ പ്രവേശിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, സായുജ്യം അടയാൻ. എന്നാൽ അതും അവർക്ക് സാധിക്കുന്നില്ല. മഹാന്മാരായ ശിവനെയും ബ്രഹ്മാവിനെയും പോലെയുള്ള ദേവന്മാർ ഭഗവാനെ ധ്യാനത്തിലൂടെയും സേവനത്തിലൂടെയും സദാ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാശക്തനായ യമരാജാവ് പോലും കൃഷ്ണനെ ഭയപ്പെടുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. ഭഗവാൻ അതിനാൽ ഭക്തന്മാരെ പിടിച്ചടക്കുക, പോയിട്ട് സമീപിക്കുക പോലും ചെയ്യരുതെന്ന് യമരാജൻ അനുചരന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് അജാമിള ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യമരാജന് ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണ ഭക്തന്മാരെയും ഭയമാണ് എന്നർത്ഥം. ഈ കൃഷ്ണൻ യശോദ മാതാവ് വടി കാണിച്ചപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ച് സാധാരണ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. സുപ്രീമായിട്ടുള്ള ഭഗവാൻ യശോദമ്മയുടെ മുന്നിൽ വെറും പിഞ്ചു കുഞ്ഞിനെ പോലെ നിന്ന് കരയുന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം അമ്മയ്ക്ക് വിധേയനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ഭക്തന്മാർക്ക് എത്രത്തോളം വിധേയനാണ് ഇവിടെ തെളിയുന്നു. യശോദയ്ക്ക് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അധികം കഷ്ടപ്പെടുത്തണമെന്നുണ്ടായിരുന്നില്ല. അമ്മമാരെപ്പോഴും അങ്ങനെയാണല്ലോ. എത്ര ദേഷ്യം പിടിച്ചാലും കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാനാവില്ലല്ലോ. അമ്മ വടി ദൂരെ എറിഞ്ഞിട്ട് മേലിൽ വികൃതി കാണിക്കാതിരിക്കാൻ ഞാൻ നിന്നെ കെട്ടിയിടാൻ പോവുകയാണ് കണ്ണ എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ കളിക്കാനും വിടില്ല, നിന്നെ നോക്കിക്കോ എന്ന് ശാസിക്കുക മാത്രം ചെയ്യുന്നു. ജ്ഞാനികളിലും യോഗികളിലും വേദാനുഷ്ഠാന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി ഒരു ശുദ്ധഭക്തൻ പരമസത്യത്തിന്റെ അതീന്ദ്രിയ ഭാവത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പോൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഏതൊരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള കൺവെർസേഷൻ ആണ് ഇവിടെ യശോദമയ്യയിലും കൃഷ്ണനിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുക. പരമഭക്തർക്ക് ഭഗവാനെ സ്വന്തം കുഞ്ഞിനെ പോലെ ലാളിക്കാൻ സാധിക്കും. അതേസമയം യജമാനനെ പോലെ സേവിക്കുവാനും സാധിക്കും. ഇത് രണ്ടും അത്ഭുതാവഹം തന്നെ. ശ്ലോകം 12 നോക്കാം. തെക്വാ യഷ്ടിം സുദംഭീതം വിജ്ഞായാർഭകവത്സല യേഷ കില തം ബന്ധും നാംനാ തദ്വീര്യ കോവിദ
അതായത് കൃഷ്ണൻ ആരാണെന്നോ കൃഷ്ണന്റെ കഴിവുകൾ എത്രയെന്നോ അറിയാതെ കൃഷ്ണനോടുള്ള അഗാധ സ്നേഹത്താൽ സദാ പരവശയായിരുന്നു യശോദ മാതാവ്. മാതൃവാത്സല്യം കൊണ്ട് അവർക്ക് അതറിയണമെന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണനോടുള്ള മാതൃവാത്സല്യം മൂലം അവർ കൃഷ്ണൻ എന്ന ആരാണെന്ന് അറിയാൻ കൂട്ടാക്കിയതേ ഇല്ല. അതിനാൽ പുത്രൻ വല്ലാതെ ഭയചകിതനായി കണ്ടപ്പോൾ വടി വലിച്ചെറിയുകയും കൂടുതൽ വികൃതി കാണിക്കാതിരിക്കാൻ കെട്ടിയിടാമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു അമ്മയ്ക്ക് പുത്രനോടുള്ള വാത്സല്യം വെളിവാകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള അവസ്ഥ. അപ്പോ ഭക്തന് ഒരിക്കലും ഭഗവാനെ ഒരു വിധത്തിലും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല. ഇവിടെ യശോദ മാതാവ് കൃഷ്ണൻ കണ്ണൻ കരയുന്ന കണ്ടപ്പോ ആ വടി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അടിക്കാൻ ഓങ്ങിയില്ല. പകരം കണ്ണനെ കെട്ടിയിടാം എന്നാണ് പറയുന്നത്. ഭാവാർത്ഥം നോക്കാം. ശിക്ഷിക്കാൻ വേണ്ടിയല്ല, അത്യധികം അസ്വസ്ഥനായ കുട്ടി പേടി കൊണ്ട് വീട് വിട്ട് ഓടിപ്പോകുമെന്ന് ഭയന്നാണ് യശോദ മാതാവ് കുട്ടിയെ കെട്ടിയിടാം എന്ന് വിചാരിച്ചത്. ഓടിപ്പോവുക എന്ന് വെച്ചാൽ മറ്റൊരു പ്രശ്നത്തിൽ അത് കലാശിക്കുക തന്നെ ചെയ്യും. അതിനാൽ വീട് വിട്ടു പോകുന്നത് തടയുന്നതിനായിട്ടാണ് സ്നേഹമയിയായ ആ അമ്മ കണ്ണനെ കയറുകൊണ്ട് കെട്ടിയിടാൻ പുറപ്പെട്ടത്. തന്റെ വടി കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയ കുട്ടി തയർക്കുടവും കലവും ഉടയ്ക്കുകയും അതിലുള്ളതൊക്കെ കുരങ്ങന്മാർക്ക് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലുള്ള കുറുമ്പുകൾ ഇനി കാണിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അമ്മ തീരുമാനിക്കുന്നു. കൃഷ്ണൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ശക്തി എങ്ങനെ എല്ലായിടത്തും വ്യാപിക്കുന്നു എന്നും അറിയണമെന്ന താല്പര്യം യശോദ മാതാവിനില്ല. കൃഷ്ണനോടുള്ള ശുദ്ധ പ്രേമത്തിന് തീർത്തും ഉദാഹരണമായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ശ്ലോകം 13-14 ഒരുമിച്ചാണ്. നാചാന്താർണബഹിര്യസ്യ ന പൂർവ നാപി ചാപരം പൂർവാപരം ബഹിശ്ച അന്തർഗതോ ജഗതോ യോ ജഗച്ഛയാ തം മത്വാത്മജം മക്തം മർത്യം ലിംഗമധോക്ഷജം ഗോപീ ഗോലൂഖലേ ദാംനാ ബബന്ത പ്രാകൃതം യഥാ. അതായത് പരമദിവ്യോത്തമ പുരുഷന് ആദിയും അന്തവുമില്ല, അകവും പുറവുമില്ല, മുന്നും പിന്നുമില്ല. സർവവ്യാപിയാണ് അദ്ദേഹം. കാലത്തിന്റെ സ്വാധീനത്തിലല്ല ഭഗവാൻ. അതിനാൽ ഭൂതഭാവി വർത്തമാനങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഭഗവാൻ ഇല്ല തന്നെ. തന്റെ ഇന്ദ്രിയാതീതമായ രൂപത്തിൽ അദ്ദേഹം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. എല്ലാറ്റിന്റെയും ഹേതുവും പ്രഭാവവും അദ്ദേഹമാണെങ്കിലും നിരപേക്ഷകനാകയാൽ അവ തമ്മിലുള്ള ഭേദങ്ങളിൽ നിന്നും അദ്ദേഹം വിമുക്തനുമാണ്. അപ്രകടനും ഇന്ദ്രിയാതീതനുമായ ഭഗവാൻ ഇതാ ഒരു സാധാരണ മനുഷ്യ ശിശുവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്വന്തം കുഞ്ഞായി അദ്ദേഹത്തെ കരുതുന്ന യശോദ മാതാവ് ആകട്ടെ ഒരു ഉരലിൽ അദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു. ഭാവാർത്ഥം നോക്കാം. ഭഗവത്ഗീതയിൽ 10-ാം അധ്യായം 12-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പരബ്രഹ്മമായി വർണ്ണിക്കപ്പെടുന്നു. പരംബ്രഹ്മം പരംധാമം, ഏറ്റവും മഹത്തായത് എന്നാണ് ബ്രഹ്മ എന്ന പദത്തിന്റെ അർത്ഥം. അപരിമേയനും സർവവ്യാപിയുമായ കൃഷ്ണൻ മഹത്തായതിനേക്കാൾ മഹാനാണ്. സർവവ്യാപിയായ ഒന്നിനെ എങ്ങനെ അളക്കാനും കെട്ടാനും കഴിയും? പിന്നെയോ കൃഷ്ണൻ കാലസ്വരൂപനും കൂടിയാണ്. ദേശത്തിൽ മാത്രമല്ല കാലത്തിലും അദ്ദേഹം സർവവ്യാപിയാണ്. നമുക്ക് സമയമാപിനികളുണ്ട്. നമ്മൾ ഭൂതഭാവി വർത്തമാനങ്ങളുടെ പരിമിതിക്കുള്ളിലാണ്. പക്ഷേ കൃഷ്ണന് ഇവയൊന്നും ബാധകമല്ല. എല്ലാ വ്യക്തികളെയും നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ കൃഷ്ണനും വ്യക്തിയാണെങ്കിലും പ്രത്യക്ഷ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിലുണ്ടെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞു. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ കൃഷ്ണനെ അളക്കാനാവുകയേ ഇല്ല. പിന്നെ എങ്ങനെ യശോദ കൃഷ്ണനെ അളന്നു കെട്ടാൻ ആഗ്രഹിച്ചു? ശുദ്ധമായ ഇന്ദ്രിയാതീത പ്രേമത്തിന്റെ തലത്തിലാണ് അത് സംഭവിച്ചത്. അത് മാത്രമാണ് കാരണവും. അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തൗ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും പരമകാരണമായ ശ്രീകൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും കാരണം. അതിനാൽ എല്ലാം ഏകത്വത്തിലാണ്, എല്ലാം ഭഗവാനിലാണ്. വേദജ്ഞാനം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അളക്കാനോ കണക്കിലാക്കാനോ സാധ്യമല്ല തന്നെ. അതാണ് വേദേഷു ദുർലഭം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനെ ഭക്തന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അദുർലഭം ആത്മഭക്തു, അദുർലഭമായിട്ടുള്ള ഭഗവാനെ സ്വന്തം ഭക്തന് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പ്രേമപൂർവമായ ഭക്തിയുത സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാകയാൽ ഭക്തന്മാർക്ക് ഭഗവാനുമായി ഇടപെടാനും ഭഗവാനെ കൈകാര്യം ചെയ്യുവാനും സാധിക്കും. ഭക്ത്യമാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ.
അങ്ങനെ ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം തന്നെയാണ് യശോദ മാതാവിന് ഭഗവാനെ കെട്ടിയിടാനും സാധിക്കുന്നത്. എപ്രകാരം കെട്ടിയിട്ടു എന്നുള്ളത് വരുന്ന ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കാം. ശ്ലോകം 15 നോക്കാം. തദ്ദാമബദ്ധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസ ധ്വം ഗൂലോനമഭൂത് തേന സന്തന്തേ അന്യച്ച ഗോപിക. അതായത് കുറ്റം ചെയ്ത മകനെ യശോദ മാതാവ് കെട്ടിയിടാൻ തുടങ്ങിയപ്പോ 2 വിരൽ നീളം കയറിന് കുറവുള്ളതായി കണ്ടു. അങ്ങനെ അമ്മ അതിനോട് കൂട്ടിക്കെട്ടാൻ മറ്റൊരു കയറും കൊണ്ടുവന്നു. ആ വാർത്ത നോക്കാം. യശോദ മാതാവ് കെട്ടിയിടാൻ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ അളവറ്റ ശക്തി കാണിച്ചു കൊടുക്കുന്നതിന്റെ ആദ്യത്തെ അധ്യായം ഇതാണ്. കയറിന് നീളം തികയുന്നില്ല. ഭഗവാൻ അനന്തനാണ്. അങ്ങനെയുള്ള അനന്തനായിട്ടുള്ള ആദിയും അന്തവും ഇല്ലാത്ത ഭഗവാനെ ആർക്കാണ് ബന്ധിക്കാൻ സാധിക്കുക? പക്ഷെ യശോദമ്മയ്യ തന്റെ കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കയർ വെച്ചിട്ട് ചുറ്റി കെട്ടി. അപ്പോൾ 2 അങ്കുലം നീളം എത്തുന്നില്ല. 2 അറ്റം കൂട്ടിക്കെട്ടാൻ പറ്റുന്നില്ല. അപ്പോ എന്ത് ചെയ്തു? മറ്റൊരു കയറും കൂടെ ഏച്ചു കെട്ടി. വീണ്ടും ചുറ്റി വന്നപ്പോ 2 അങ്കുലത്തിന്റെ കുറവ്. അങ്ങനെ ഭഗവാൻ അമേയ ശക്തി പൂതനെയും ശകടാസുരനെയും തൃണാവർത്തനെയും കൊല്ലുക വഴി കാണിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ യശോദ മാതാവിനായി മറ്റൊരു വിഭൂതി അഥവാ മറ്റൊരു ലീലാവിലാസം കാഴ്ചവെക്കുന്നു. ഭഗവാൻ സമ്മതിക്കാത്ത പക്ഷം അമ്മയ്ക്ക് എന്നെ ബന്ധിക്കാനേ പറ്റില്ല എന്ന് കൂടെ കാണിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ യശോദമാവ് കൃഷ്ണനെ കെട്ടുവാനുള്ള ശ്രമത്തിൽ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും എത്ര കെട്ടിയിട്ടും 2 അങ്കുലത്തിന്റെ കുറവ്. അങ്ങനെ അമ്മ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ കൃഷ്ണൻ ഒന്ന് സമ്മതിച്ചപ്പോഴോ അമ്മ ജയിക്കുക തന്നെ ചെയ്തു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ അതീന്ദ്രിയ തലത്തിൽ പ്രേമിക്കുക തന്നെ വേണം. പക്ഷെ അപ്പോൾ കൃഷ്ണനെ സ്വന്തം ഇഷ്ടത്തിന് നിയന്ത്രിക്കാം എന്ന് വരില്ല. ഒരുവന്റെ ഭക്തിയുത സേവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് തൃപ്തി തോന്നിയാൽ മാത്രം അദ്ദേഹം തന്നെ ബാക്കിയെല്ലാം ചെയ്തുകൊള്ളും. സേവയോന്മുഖേഹി ജിഹ്വാദു സ്വയമേവ സ്ഫുരത്യത. ഭഗവാൻ സ്വയം വെളിവാക്കി കൊടുക്കും. ഏതൊരാളും അങ്ങനെയാണ്. ഭക്തി പുരസ്സരം ഭഗവാനെ സമീപിച്ചാൽ അയാൾക്ക് വേണ്ടുന്നതെല്ലാം ഭഗവാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. സേവനത്തിൽ മുന്നേറും തോറും ശ്രീകൃഷ്ണൻ ഭക്തന് കൂടുതൽ കൂടുതൽ തന്നെ തന്നെ വെളിവാക്കി കൊടുക്കുകയും ചെയ്യും. ജിഹ്വാദൗ, ഈ സേവനം തുടങ്ങുന്നത് നാവിൽ നിന്നാണ് നിസാരം. അതായത് ശ്രീകൃഷ്ണ നാമം ജപിച്ചും ശ്രീകൃഷ്ണ പ്രസാദം കഴിച്ചും വേണം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ. അത ശ്രീകൃഷ്ണ നാമാദി ന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവയോന്മുഖേഹി ജിഹ്വാദു സ്വയമേവ സ്ഫുരത്യത. ഇതാണ് ഭക്തിരസാമൃത സിന്ധു 1.2.234 എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന സംസാര വിഷയം. ശ്ലോകം 16 നോക്കാം. യഥാസി തദാപി ന്യൂനം തേനാന്യബ്ദപി സന്തതേ തദപി ദ്വം കുലം ന്യൂനം യഥാ ദത്തബന്ധനം. അതായത് വീണ്ടും വീണ്ടും പുതിയ പുതിയ കയറുകൾ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിയിട്ടും 2 വിരലുകൾ 2 അങ്കുല നീളം മതിയാകാതെ വരുന്നു. അപ്പോൾ യശോദമയ്യ വീണ്ടും പുതിയ കയറുകൾ കൊണ്ടുവന്ന് കെട്ടിച്ചേർത്ത് കൂട്ടിക്കെട്ടാൻ നോക്കുന്നു. ഈ കയർ എത്ര ചേർത്ത് കെട്ടിയിട്ടും പരാജയമായിരുന്നു ഫലം. യശോദമയ്യക്ക് ഭഗവാനെ കെട്ടിയിടാൻ പറ്റുന്നില്ല. അങ്ങനെ കയറുകൾ കുറെ ഏച്ചു കെട്ടി വെച്ചെങ്കിലും കൃഷ്ണനെയും കൂടെ ചേർത്ത് ഉരലിൽ കെട്ടി ചുറ്റായി വരുമ്പോ 2 അങ്കുലത്തിന്റെ നീളം കുറവ് അനുഭവപ്പെടുന്നു. ഇത് ഭഗവാന്റെ ഒരു ലീലാവിലാസം തന്നെയാണ്. ഭഗവാൻ സ്വയം സമ്മതിച്ചെങ്കിൽ മാത്രമേ ഒരു ഭക്തന് ഭഗവാനെ കിട്ടുള്ളൂ. ഭഗവാൻ എപ്പോഴാണോ സ്വയം സംപ്രീതനാകുന്നത് അത്രത്തോളം ഭക്തിയുത സേവനത്തിൽ ഒരു ഭഗവാൻ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. എത്രത്തോളം ഭക്തിയുത സേവനം നമ്മൾ ചെയ്താലും ഒട്ടും തന്നെ അത് അധിക തരമാവില്ല. കാരണം എപ്പോഴാണ് ഭഗവാൻ അത് സംതൃപ്തിയായി തോന്നുന്നത് അത്രത്തോളം നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് സാരം. ഇവിടെ യശോദമയ്യക്ക് കണ്ണനെ കെട്ടാൻ പറ്റാത്തത് യശോദമയ്യയുടെ ക്ഷമാശീലവും ഭഗവാന്റെ കൃപയും രണ്ടും ചേർന്നെങ്കിൽ മാത്രമേ, ആ 2 അങ്കുലം കൂടെ ചേർന്നെങ്കിൽ മാത്രമേ യശോദമയ്യക്ക് കണ്ണനെ കെട്ടാൻ പറ്റുള്ളൂ എന്നതാണ് സാരം. ഇതുപോലെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഭക്തന്മാർ. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന്റെ റിസൾട്ട് ഭഗവാൻ തന്നെ കൃപാപുരസ്സരം തരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് സാരം. വീണ്ടും വീണ്ടും എത്ര കയറ് കെട്ടിയിട്ടും യശോദമയ്യക്ക് സാധിക്കുന്നില്ല. എപ്പോഴാണോ ഭഗവാൻ കൃപാപുരസ്സരം നിന്ന് ഒതുങ്ങി കൊടുക്കുന്നത്
അപ്പോൾ മാത്രമാണ് യശോദമയ്യയ്ക്ക് ഉരലിൽ കെട്ടിയിടാൻ സാധിക്കുന്നത് എന്ന് കാണാം. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്നുള്ള ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഭാഗവതത്തിന്റെ 7 സ്കന്ധം വരെ തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളുടെ വിശദ വിവരണമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു.